ഈ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയത്ത് കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയും കേരളത്തിലെ ജനങ്ങളുടെ രാഷ്ട്രീയ ബോധത്തെ പരിഹസിക്കാനും പരീക്ഷിക്കാനുമാണ് തയ്യാറാകുന്നത്. കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട് കോൺഗ്രസ് മാർക്സിസ്റ്റ് ദേശീയ നേതാക്കന്മാരുടെ പ്രസ്താവന നാം ഒന്ന് കണക്കിലെടുക്കണം. ഒന്ന് രാഹുൽ ഗാന്ധി ഇവിടെ കോഴിക്കോട് വെച്ച് പ്രസ്താവിച്ചത് ഇടതുപക്ഷം ഉൾപ്പെടെ ഞങ്ങളെല്ലാം ഒരു കുടുംബത്തിലെ അംഗങ്ങളാണെന്നാണ്. അതിനർത്ഥം വിശദീകരിക്കേണ്ട ആവശ്യമില്ല. 2, ഇന്നലെ CPMന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പർ ശ്രീ പ്രകാശ് കാരാട്ടിന്റെ ഒരു ഇന്റർവ്യൂ മലയാള പത്രങ്ങളിൽ വന്നിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം IND മുന്നണിക്ക് ഭൂരിപക്ഷം ലഭിച്ചാൽ CPM മന്ത്രിസഭയിലുണ്ടാകും എന്ന് അദ്ദേഹം പ്രസ്താവിച്ചത്. അപ്പോ പ്രതിപക്ഷത്ത് ഒരുമിച്ച് നിൽക്കുന്ന CPMും കോൺഗ്രസും ഭരണപക്ഷത്തെത്തിയാൽ ഒരുമിച്ചായിരിക്കുമെന്ന് വളരെ പരസ്യമായി കേരളത്തിൽ വെച്ച് തന്നെ ഇരു പാർട്ടികളുടെയും നേതാക്കളായ രാഹുൽ ഗാന്ധിയും പ്രകാശ് കാരാട്ടും പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ പ്രതിപക്ഷത്തൊരുമിച്ചാണ്, ഭരണപക്ഷത്തൊരുമിച്ചാണ്. പിന്നെ തെരഞ്ഞെടുപ്പിൽ മാത്രം എന്തിനാണ് 2 മുന്നണിയും 2 ചിഹ്നവും? ഇത് കേരളത്തിലെ ജനങ്ങളെ പരിഹസിക്കലല്ലേ? ഇത് കേരളത്തിലെ ജനങ്ങളുടെ രാഷ്ട്രീയ ബോധത്തെ പരീക്ഷിക്കലല്ലേ? അതുകൊണ്ട് രാഷ്ട്രീയ മര്യാദയും രാഷ്ട്രീയ മാന്യതയും മര്യാദയും ഉണ്ടെങ്കിൽ അവർ സംയുക്ത സ്ഥാനാർത്ഥിയെ നിർത്തി BJPക്കെതിരെ NDAക്കെതിരെ മത്സരിക്കാൻ തയ്യാറാകണം. ഇപ്പൊ ദേശീയ നേതാക്കൾ കേരളത്തിൽ വരുന്ന സമയത്ത് അവർ അഭിനയിക്കുകയാണ് ഈ 2 കക്ഷികളുടെയും ദേശീയ നേതാക്കന്മാർ. തമിഴ്നാട്ടിൽ പോയിട്ട് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകാൻ കൈപ്പത്തി അടയാളത്തിലും അരുവാൾ ചുറ്റിയ നക്ഷത്രത്തിലും വോട്ട് ചോദിക്കുന്നവരാണ് CPMും കോൺഗ്രസും. എല്ലാവർക്കും അറിയാം. തിരിച്ച് കേരളത്തിൽ വന്നാലാണ് അഭിനയം. ഒരു നടികർ സംഘമായിട്ട് CPM കോൺഗ്രസ് നേതാക്കന്മാർ കേരളത്തിൽ മാറിയിരിക്കുകയാണ്. ഞങ്ങൾ CPMോട് ഒരു കാര്യം മാത്രമേ ചോദിക്കുന്നുള്ളൂ, LDFനോട്. അത് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ദേശീയ തലത്തിൽ ഒരു കാരണവശാലും IND സഖ്യത്തിന് ഭൂരിപക്ഷം കിട്ടില്ല എന്ന് മാത്രമല്ല, മറിച്ച് ഇപ്പൊ 40 സീറ്റിൽ കൂടുതൽ കിട്ടുമോ എന്ന കാര്യത്തിൽ പോലും സംശയം. അതാണ് ചർച്ച നടക്കുന്നത്. ഇനി മറ്റൊന്ന്, അവർക്ക് ഇപ്പോൾ പ്രഖ്യാപിക്കാൻ സാധിക്കും, ഞങ്ങൾ കേരളത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുന്ന LDF MPമാർ തെരഞ്ഞെടുപ്പിന് ശേഷം കേന്ദ്രത്തിൽ രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കാൻ കൈ പൊക്കില്ല, കോൺഗ്രസിനെ അനുകൂലിക്കില്ല എന്ന് പറയാൻ സാധിക്കുമോ? കോൺഗ്രസിനെ അനുകൂലിക്കുമെന്നാണ് പരസ്യമായി പ്രഖ്യാപിച്ചത്. പിന്നെ എന്തിനാണ് ഈ ഭരണപക്ഷത്തും പ്രതിപക്ഷത്തും ഒരുമിച്ചിരിക്കും എന്ന് പ്രഖ്യാപിക്കുന്നവർ കേരളത്തിൽ തെരഞ്ഞെടുപ്പിൽ മാത്രം 2 മുന്നണിയും 2 ചിഹ്നവും എന്തിനാണെന്ന് അവർ വ്യക്തമാക്കണം. ഈ ഒരു കാര്യമാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് സംയുക്ത സ്ഥാനാർത്ഥിയെ നിർത്തുകയാണ് കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയും ചെയ്യേണ്ടത്. അതാണ് രാഷ്ട്രീയ മര്യാദ, അതാണ് രാഷ്ട്രീയ മാന്യത എന്നാണ് ദേശീയ ജനാധിപത്യ സഖ്യം പറയാൻ ആഗ്രഹിക്കുന്നത്. ഒരു കാര്യം, ഈ തെലങ്കാനയില് ഹൈദരാബാദിനടുത്ത് ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ഏതോ ഒരു സേന കയറിയിട്ട് ആക്രമിച്ചൊരു സംഭവമുണ്ട്. ചില മാധ്യമങ്ങളും അതുപോലെ ചില പ്രതിപക്ഷ പാർട്ടികളും ഈ സേന അത് BJPയുടെ സേനയാണെന്ന് പറഞ്ഞുകൊണ്ട് പ്രകടനം നടത്തുന്നുണ്ട്. ഞങ്ങൾ എല്ലാ മാധ്യമങ്ങളോടും വളരെ അഭ്യർത്ഥിക്കുകയാണ്, ഈ തെരഞ്ഞെടുപ്പ് എടുക്കുന്ന സമയത്ത് വസ്തുതക്ക് നിരക്കാത്ത ഈ വാർത്തകൾ പ്രചരിപ്പിക്കുന്നതിൽ നിന്നും പിന്മാറണം എന്ന് അഭ്യർത്ഥിക്കുക. ഈ സേന ഈ സംഘടനയുമായിട്ട് BJPക്കോ RSSനോ യാതൊരു ബന്ധവുമില്ല. ഈ ഒരു കാവിക്കൊടി പിടിച്ച ഹനുമാൻ സേന എന്ന് കണ്ടാൽ ഇതൊക്കെ BJPയുടെ തലയിൽ കെട്ടിവെക്കുക ചെയ്യണോ? അങ്ങനെയാണെങ്കിൽ സഹകരണ കോൺഗ്രസ് ആണോ? ഫുട്ബോൾ ലീഗാണോ? എന്തടിസ്ഥാനത്തിലാണ് ഉത്തരവാദപ്പെട്ട മാധ്യമങ്ങൾ ഇത് BJPയുടെ തലയിൽ BJPയുടെ തലയിൽ കെട്ടിവെക്കുന്നത്? ദയവേത് ഈ തരത്തിൽ വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് ശരിയല്ല എന്ന് വ്യക്തമാക്കുകയാണ്. ഈ സംഭവമായിട്ട് ഭാരതീയ ജനതാ പാർട്ടിക്ക് ഒരു ബന്ധവുമില്ല എന്ന് ആധികാരികമായിട്ട് വ്യക്തമാക്കുക. ആർക്കും വിളിക്കാലോ. ഇപ്പം നക്സലുകൾ വിളിക്കുന്നത് എന്താ? ഇൻക്ലാബല്ലേ?
അത് നമുക്ക് CPM ആണെന്ന് പറയാൻ സാധിക്കുമോ?